ultimate affirmation. When you go through, so ഇവിടെ ഇപ്പൊ എല്ലാവരും കുറെ കലാകാരന്മാരായതുകൊണ്ട് ഐ എം ഷുവർ യു കെൻ റിലേറ്റ് ഇറ്റ് ഫ്രം എൻ ആർട്ടിസ്റ്റ് പെർസ്പെക്ടീവ്, ബട്ട് അതേഴ്സ് ക്യാൻ റിലേറ്റ് ഇറ്റ് ഫ്രം ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ്. ഒരു കലാകാരനെ സംബന്ധിച്ച് നമ്മുടെ ജേർണി, നമ്മുടെ പാട്ടാണെങ്കിൽ ഡാൻസ് ആണെങ്കിലും നമ്മുടെ ജേർണിയെ നമ്മൾ എപ്പോഴും അൺസർട്ടനിറ്റി നമ്മുടെ കൂടെ ഒരു കൂടപ്പുറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു ഹോപ്പായിട്ട് നമുക്ക് നമ്മുടെ മ്യൂസിക്കോ ഡാൻസോ നമ്മുടെ കല എപ്പോഴും നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഫർമേഷൻ ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ ആ വെച്ച കാലം മുന്നോട്ട് എന്നുള്ളതല്ലാതെ there's nothing that we can do about it because we don't have any control of what happens to our journeys. അപ്പോൾ what you can do is keep walking forward. നിങ്ങൾ, ഞാൻ എന്നെ തന്നെ ട്രോളാം ഈ വീഡിയോയിൽ നടന്ന് രാവിലെ എങ്ങോട്ടാ കുറെ നടന്നതെന്നുള്ളത്. സോ ബേസിക്കലി ഇറ്റ്സ് വാക്കിംഗ് ഫോർവേഡ്. ഇറ്റ്സ് അതിനകത്ത് ഇനി എന്നെ തന്നെ ട്രോള് നമ്മൾ നല്ലത് മാത്രമല്ല നമ്മളെ ട്രോളയും കൂടെ ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞാണ് ഇതേ സാധനം നമുക്ക് നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയൊക്കെ ഫീച്ചർ ചെയ്യായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഡയറക്ടർ രാഹുലിനെ തന്നെ ഫീച്ചർ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ദുഡാണ് പ്രശ്നം. അപ്പൊ അത് കാരണം നിങ്ങളൊക്കെ ഇനി ഭാവിയിൽ നല്ല നല്ല ഇതേപോലെ തന്നെ പ്രൊഡക്ഷൻസിനെ എൻകറേജ് ചെയ്യാം. വാട്ട് വി ഹാവ് ടു റിക്വസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് ദീസ് വണ്ടർഫുൾ ടാലന്റഡ് ആർട്ടിസ്റ്റ്സ് ഔട്ട് ഹിയർ ഇസ് പ്ലീസ് ഡു സപ്പോർട്ട് ആർട്ടിസ്റ്റ്സ്. നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് തരിക. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ ലേഖ ചേച്ചിയെ പോലുള്ള ആൾക്കാർ, ഈ സെൽഫ്ലെസ്നെസ് ഫോർ ആർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്കൊക്കെ നല്ല ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേദിയാണ്. അപ്പോൾ വേദികൾ ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഇല്ല. അപ്പോൾ നല്ല നല്ല വേദികൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് തരിക. ഈ വേദിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമാവുള്ളൂ. അപ്പൊ നമുക്ക് തന്നെ കുറെ പ്രാവശ്യം വേദികൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ 3 പാട്ട് പാടിയതോടുകൂടി പാട്ട് ചെയ്തതോടുകൂടി എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി വേറെ പണിക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി വെരി tough journey that I'm sure all of you know how tough it is to do something like this. So once again, before we conclude, very quickly I would like to hear, ഇവിടെ ഒരു ഡയറക്ടർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയൊക്കെയാണ്. നിങ്ങളൊക്കെ സിനിമ ലെവലിലൊന്നും ചിന്തിക്കരുത്, നമ്മൾ പാട്ടുകാർ ലെവലിൽ മാത്രം ചിന്തിക്കുക. നമ്മളിത് ഒഫീഷ്യലി പഠിച്ച കാര്യമൊന്നും അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിൽ നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഇനിയും നമുക്ക് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല വലിയ ബാനേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതേ നമുക്കിപ്പോ പറ്റുള്ളൂ. വെരി ക്വിക്ലി, പാട്ടുകാരെ ആരെയും വിളിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഡീലാണ്. ഞാൻ ആരെയും സംസാരിക്കാൻ പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞിരുന്നു എന്നെ വിളിക്കരുതെന്ന്. സോ പ്രമോദ് ചേട്ടാ ഒരു 2 വാക്ക് അവിടെ ഇരുന്ന് പറയാം, അല്ല ഇവിടെ ഇരുന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. From the aesthetic side of it, I know you have traveled a lot. നമസ്കാരം, എൻ്റെ ഒരു പ്രമോദ് മോഹൻ എന്നാണ്. എന്നെ വിളിക്കരുതെന്ന് പറയാൻ മറന്നുപോയി. ക്യാമറയുടെ ഫീൽഡിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എനിവേ, ബ്യൂട്ടിഫുൾ സോങ്സ്, നല്ല വിഷ്വൽസ് ആണ്, നീറ്റ്ലി ഡൺ. അപ്പോൾ ഹോൾ ടീം, രാഹുൽ ആൻഡ് ഹോൾ ടീം, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇതിൻ്റെ ഈസ്തെറ്റിക്സും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയോ അതൊക്കെ സെക്കൻഡറി ആണ്. ഞാൻ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, എവ്രിവൺ വാണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദിസ്. മ്യൂസിക് വീഡിയോ ആവാം, ഷോർട്ട് ഫിലിംസ് ആവാം, ഫീച്ചർ ഫിലിംസ് ആവാം. എല്ലാവരെയും മനസ്സിലുണ്ട് കഥകളുണ്ട്, അവർ എഴുതില്ല, മനസ്സിലുണ്ട് പക്ഷെ എഴുതില്ല. ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ ചെയ്യില്ല, ചെയ്തു തുടങ്ങും, പകുതിക്കാക്കും കംപ്ലീറ്റ് ചെയ്യില്ല. യു കംപ്ലീറ്റഡ് ദിസ്, അത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതും ഒറ്റയ്ക്ക് പ്രൊഡക്ഷൻ അടക്കം ഒറ്റയ്ക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പോൾ I know you are very different person after this. Like you have learned a lot. We learning ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി ഒരു ജേർണി ഇനി മുന്നോട്ടുണ്ടാവട്ടെ. ഇനി അടിപൊളി ഹാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റട്ടെ. Representing the writers, ഹരിത എന്നോട് വിളിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഐ വുഡ് ലൈക്ക് ഒരു 2 വാക്ക് രണ്ട് വാക്ക് നമുക്ക് വേണ്ടി നമുക്ക് എല്ലാവരെയും ഒന്ന് തൊട്ട് പോവാം. ഫ്രം എ ഡയറക്ടർ, ഫ്രം എ റൈറ്റർ, ആസ് എൻ ലിറിസിസ്റ്റ്, ഫ്രം എ മ്യൂസിക് പെർസ്പെക്ടീവ്. എന്നെ പൊക്കണ്ട.
കഴിഞ്ഞ പ്രാവശ്യം രാഹുലേട്ടനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് അതിന് ബാക്കിയുള്ളവരെ പോകാം. അതെ, ഇപ്രാവശ്യം ഞാൻ അതിന് മുതിരുന്നില്ല. എനിക്ക് എന്നെക്കാട്ടിലും ഒരുപാട് നന്നായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ദിനാഥിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ദിനാഥ് എന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. ദിനാഥ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. വളരെ നന്നായിട്ട് മലയാള സിനിമയിൽ അടുത്ത ഏറ്റവും പ്രമുഖ ഗാനരചിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പ്രമേഹത്തിലെ സോങ്സ് ഒക്കെ എഴുതിയിരിക്കുന്ന ദിനാഥാണ്. രാവിലെ എന്തായാലും ദിനാഥിനെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. പിന്നെ പുള്ളി അസോസിയേറ്റ് ഡിറക്ഷനിലാണ്. പക്ഷെ ഞാൻ അന്ന് ബിലേനെ പറഞ്ഞതുപോലെ എനിക്കിപ്പോ പറയാൻ ഏറ്റവും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ വർക്ക്. അപ്പോ ഇതില് ഞാനിപ്പോ ഇതിന്റെ രണ്ടാമത്തേതാണ്, മ്യൂസിക് വീഡിയോയുടെ രണ്ടാമത്തേതാണ് ഞാൻ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. അപ്പൊ എനിക്ക് ആദ്യത്തേത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാഹുലേട്ടൻ അത് അങ്ങനെ തന്നെ ഫസ്റ്റ് കാണിച്ചു, നമ്മളെ രണ്ടാമത്തേത് കാണിച്ചു, മൂന്നാമത്തേത് മുന്നോട്ട് എന്നുള്ളതാണ്, ഹരിത വരണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കരുതുന്നത് ഓക്കെ, രാഹുലേട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി രാഹുലേട്ടൻ ചെയ്യുന്ന ഒരു മ്യൂസിക് വീഡിയോ നമ്മളത് കാണാം, വന്ന് അതിന് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റുക, ഇത്രയും ഒരു ഹോൾ ക്രൗഡിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുക. ഇന്ന് അർജുനൊന്നും ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുപോലെ ക്രൗഡ് ഇവിടെ ഫുള്ളായിരുന്നു നമ്മള്. അപ്പം അത്രയും ആൾക്കാർ നമ്മുടെ ഒരു ആർട്ടിനെ ഇഷ്ടപ്പെട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അംഗീകാരമാണ്. ആക്ച്വലി പുള്ളിയായിട്ട് എഫേർട്ടിനുള്ള റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫുൾ ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണം. ഞാൻ ലിറിസിസ്റ്റ് ആണ്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സിംഗേഴ്സ് ആണ്, മ്യൂസീഷ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ ഒരുമിച്ച് പുള്ളി അത് ചെയ്ത് 3 പാർട്ടും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. നമ്മളെ ഇത്രയും പേരെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കലയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്ത് എവിടേക്കോ വെക്കുന്നുണ്ട്, നമ്മുടെ ദിശകൾ എവിടേക്കോ മുടങ്ങി കിടക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു തടസ്സമാക്കാതെ അത്രയും എഫേർട്ട് ഇട്ട് ഇങ്ങനെ ചെയ്ത് അതൊരു കലാകാരന്റെ ആത്മാർത്ഥത തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എത്രത്തോളം കലയോട് ആത്മാർത്ഥത പുലർത്തുന്നോ അതിനനുസരിച്ച് നമുക്കിത് കിട്ടിക്കോളും. ഈ ഒരു കല നമുക്ക് റിസൾട്ട് അതിന് തരുമെന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. തിന്നാതിരിക്കുന്നു. ഓക്കെ, അപ്പോ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ, എസ്പെഷ്യലി മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ അത്ര സ്ട്രഗിൾ ചെയ്ത് വന്ന്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു മീറ്റിംഗ് പ്ലേസും കൂടെയാണ് ഇത്. ഞങ്ങൾ എല്ലാവരും വരുമ്പോൾ തന്നെ ഓക്കെ, നാടി വരും, ശ്രുതി വരും, സച്ചു വരും, എല്ലാവരെയും കാണാമെന്നൊരു ഇന്റൻഷനും നമുക്കുണ്ട്. എല്ലാവരുടെയും കൂടി ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണ് ഞങ്ങളിപ്പോ ഇത് കാണുന്നത്. 3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് രാഹുൽ ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, സിംഗർ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ എന്നുള്ളതിനപ്പുറം ഒരു കലാകാരൻ അയാളുടെ കലയെ ഇത്രത്തോളം ഉയർത്തി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ നാളെ നമ്മൾക്ക് ഇതൊരു വൻ പ്രചോദനമായിരിക്കണം. നമ്മളെല്ലാവരും എത്രത്തോളം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു അതിനൊക്കെ അപ്പുറം ഇത് കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു എസ്തെറ്റിക്സ്, എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര റെസ്പെക്ട് ആണ്. എനിക്ക് കഥകളി അങ്ങനത്തെ എല്ലാവരും ആർട്ട് ഫോംസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ആ എക്സ്പ്രഷൻസ്. നമുക്ക് കണ്ട് ഇങ്ങേറ്റം കൊണ്ടുവരാ, പിന്നെ ഇവിടെ കൊണ്ടുവരാ, അത് ഭയങ്കര ഈസിലി അത് ചെയ്താൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഒരു വർക്കിൽ കാണിക്കാം. അതുകൊണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവാം. ഇതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ചിന്ത കൂടിയാണ് ഇപ്പൊ രാഹുലേട്ടൻ വർക്ക്സിൽ കൂടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഫാമിലി, ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം നടത്തിയതിന് വീണ്ടും ഞാൻ താങ്ക് യു പറയുന്നു. അതുപോലെ ഇനിയും ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർക്ക്സ് ആയിട്ട് ഓരോന്ന് രാഹുലേട്ടൻ ഇറക്കാൻ പറ്റട്ടെ. നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് നമ്മളെല്ലാവരും അതിന് നല്ല ഫീഡ്ബാക്കും പറയാൻ പറ്റട്ടെ. നമ്മൾ ത്രൂ മറ്റുള്ളവരും ലോകം ഇത് അറിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം, കാരണം പുള്ളി അത്ര എഫേർട്ട് ഇട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പൊ അതും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. She summed it really well. നമുക്ക് എല്ലാവർക്കും നമുക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ വളരെ ക്വിക്ക് ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. സിംഗേഴ്സിനെ ആൻഡ് ഓൺ ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന ഒരു വ്യക്തി ഇന്ദുലേഖ. ഒരു 2 വാക്ക്, യു ക്യാൻ സ്പീക്ക് യുവർ മൈൻഡ്. ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരോടൊക്കെ സംസാരിക്കണമെന്ന്. പ്ലീസ് അവിടെ പറയാം, ഇവിടെ പറയാം. നമസ്കാരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ വിളിക്കുന്നത്. ഞാനിങ്ങനെ അന്തവിട്ടിരിക്കുകയായിരുന്നു. രാഹുലേട്ടനെ ഈ പറഞ്ഞ പോലെ ഒരു സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ് രാഹുൽ ചേട്ടൻ. കാരണം നമുക്ക് എല്ലാ ദിവസവും
എന്നുള്ള പോലെ തന്നെ കവർ സോങ്സ് ആയിട്ടും ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ആയിട്ടും നമ്മുടെ വാട്സാപ്പിൽ എത്തിക്കുന്ന ഒരാളാണ്. എവിടുന്നാണ് ഈ മോട്ടിവേഷൻ കിട്ടണേ എന്നുള്ളത് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ബീങ് എൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് എനിക്കറിയാം മെൻ്റലി ഫിനാൻഷ്യലി എത്ര സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനൊരു പാട്ടൊക്കെ ഇറക്കാൻ ഈ പറഞ്ഞ പോലെ ബാങ്ക് ബാലൻസ് ഒക്കെ എന്നേ കഴിഞ്ഞു, പിന്നെ കുറച്ച് പരിപാടി ചെയ്യും, പിന്നെ വീണ്ടും അതെടുത്ത് പൊട്ടിക്കും. അതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ ഒരു അങ്ങനെ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ, ആരെങ്കിലും 4 പേര് കേൾക്കുള്ളൂ നമ്മുടെ പാട്ട്. അപ്പോൾ അത് എത്രത്തോളം ശ്രമകരമാണ് അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ, എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാൻ എന്നുള്ളത് വളരെയധികം എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 3 പാട്ടൊക്കെ ഇങ്ങനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. വളരെയധികം എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് സെക്കൻഡ് സോങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി പറയണമെന്ന്. അകലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ അലിഞ്ഞിരുന്നു അത് കണ്ട്, അതിന്റെ ഫ്രെയിംസും പാട്ടും ലിറിക്സും എല്ലാം എനിക്ക് അതെ ഞാൻ ഞാനെല്ലാം ഇങ്ങനെ പറയും, അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തേർഡ് വൺ ആണെങ്കിലും ഫസ്റ്റ് വൺ ആണെങ്കിലും ശരിക്കും ആ ഒരു ഇംപ്രൂവ്മെന്റും ആ ഒരു എന്താ പറയാ നമ്മളെ പിടിച്ചിരുത്താനുള്ള കഴിവ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് രാഹുൽ ചേട്ടന്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം എനിക്കൊന്നും ഇങ്ങനെ വാച്ച് പാർട്ടി ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതെല്ലാം ചെയ്ത ഞാൻ എന്താ പറയാ നമുക്കൊക്കെ ഒരു വലിയ റോൾ മോഡലാണ് രാഹുൽ ചേട്ടൻ. അപ്പോൾ ഇതുപോലെ എല്ലാവരെയും ഇവിടെ കാണാൻ പറ്റിയതിലും നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും താങ്ക് യു രാഹുൽ ചേട്ടാ. ഒരു ഇൻസ്പിറേഷനായി എന്നും നിൽക്കുന്നതിൽ. ഇനി ഒരുപാട് വർക്ക്സ് രാഹുൽ ചേട്ടൻ കുറേ കഥകളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ എന്തായാലും രാഹുൽ ചേട്ടൻ വിചാരിക്കുന്ന ലെവലിൽ നമുക്ക് ഏജ് ഒന്നും ഒരു ലിമിറ്റ് അല്ല അല്ലെ, ഏജ് ഒന്നും ഒരു വിഷയമല്ല, നമ്മുടെ സക്സസ് ആവും അല്ലെ. എനിക്ക് അപ്പൊ ഞാൻ ചെറുപ്പമൊന്നുമല്ല, കുഞ്ഞുകുട്ടിയൊന്നല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം അപ്പൊ ഏജ് ഒന്നും ഒരു വിഷയമേ അല്ല. രാഹുൽ ചേട്ടൻ വിചാരിച്ച പോലെ വിചാരിച്ച ലെവലിൽ എന്തായാലും എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. രാകേഷ് കേശവൻ ഒരു വരി ഒന്ന് സംസാരിച്ചാലും ഒരുപാട് നല്ല വർക്കുകൾ ചെയ്ത കുറെ നല്ലോണം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അധികം സംസാരിക്കില്ലെങ്കിലും വിളിക്കും. ആദ്യം തന്നെ രാഹുലിന്റെ വെറ്ററൻ മ്യൂസീഷ്യനായിട്ട് പരിചയപ്പെടുത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു കാര്യം എനിക്ക് ഈ വർക്ക് നേരത്തെ കണ്ടപ്പോൾ ഇതിലെ 2 പാട്ട് ഞാൻ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. അതില് നമ്മൾ കുറെ പേര് നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് കോമണാലിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, ഒരുപാട് പേരോട് ചോദിച്ചു. എനിക്കിത് മൂന്ന് തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യവും രണ്ടാമത്തെ അതിനുള്ള ഈ പറയുന്ന ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ ഒരു വഴി എന്നൊക്കെ പറയുന്ന സാധനം, മൂന്നാമത്തെ ഒരു തീരുമാനമാണ്. ആ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നേരത്തെ ഇതിലെ കോമണാലിറ്റി ചോദിച്ചപ്പോൾ ഞാൻ ബ്ലോക്ക് എന്നൊരു വാക്ക് പറഞ്ഞു. അത് ഞാൻ തമാശ പറഞ്ഞല്ല, എല്ലാവർക്കും ഈ മൈൻഡ് ബ്ലോക്ക് അല്ലെങ്കിൽ എന്താ പറയുക ക്രിയേറ്റീവ് ബ്ലോക്ക്, ഈ വാക്ക് കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് അത് മനസ്സിൽ വന്നത്. ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ആ ബ്ലോക്കിനെ തരണം ചെയ്തൊരു തീരുമാനമാണ് മുന്നോട്ട് എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ഈ 3 എണ്ണത്തിൽ അകലെ തന്നെയായിരുന്നു. എൻ്റെ ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ലിസണിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് മിക്കവാറും ഈ 3 എണ്ണത്തിലും യാതൊരു ക്വാളിറ്റി പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തത് കുറെ കൂടെ നമ്മളുടെ ഫേവറേറ്റ് എസ്തെറ്റിക്സിനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 3ഉം നല്ല വർക്കുകളാണ്. എല്ലാവരും കൂടുതൽ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. പിന്നെ ഞാൻ കുറെ നാളായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുമ്പോൾ ഫുൾ യാത്രകളാണ്. ഇപ്പൊ എന്നെ മ്യൂസീഷ്യനായിട്ട് അവിടെ പരിചയപ്പെടുത്തി. പക്ഷെ ഞാൻ IT പ്രൊഫഷനാണ്, അതായത് അന്നം അവിടെ നിന്നാണ്. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ലീവ് എടുത്ത് യാത്ര ചെയ്യാനൊന്നും പറ്റാതെ ഇപ്പൊ ഞാൻ വളരെ അസൂയയോടുകൂടി ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഫുൾ യാത്രകൾ. പക്ഷെ ഈ യാത്ര ചെയ്ത് വർക്ക് ചെയ്യായിരുന്നു എന്നുള്ളതൊക്കെ ഇതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇതിന്റെ ഔട്ട്കം കാണുമ്പോൾ. ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പേഴ്സണലി ഇവിടെ 2 മ്യൂസീഷ്യൻസ് ഞാൻ സമയം എടുക്കുന്നില്ല, പക്ഷെ ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് എപ്പോഴും ഒരുമിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 2 പേര് ഇത് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറയാണ്.
it was deliberate that Agale was kept like that. So everyday Agale and മുന്നോട്ടൊരു രാഗ ബേസ്ഡ് ഒരു ഹിന്ദോളം ബേസ്ഡ് ഒരു ട്രഡീഷണൽ തോട്ടും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു രാഗം, ഫെമിലിയർ ട്രീറ്റ്മെന്റ് അത് മനഃപൂർവ്വം അങ്ങനെ വെച്ചതാണ്. ബിക്കോസ് അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ അതിനെ എൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി കാണിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അത് അങ്ങനെ പിച്ച് ചെയ്തത്. ബട്ട് അൺഡൗട്ടഡ്ലി ഇന്നത്തെ ആസ് റൈറ്റ്ലി മെൻഷൻ ഒരു സിനിമാറ്റിക് അപ്പീൽ ഡെഫിനറ്റ്ലി അകലേക്ക് അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു എന്നുള്ളത് ഐ വാണ്ട് ടു ഗെറ്റ്, ബിക്കോസ് ഇന്ദു ആൻഡ് രാകേഷ് മെൻഷൻഡ് വെരി ക്വിക്ലി. നന്ദു ചേട്ട രണ്ട് വാക്ക് ഫ്രം ആസ് എ സീനിയർ കമ്പോസർ ആൻഡ് അതിനു മുമ്പേ ഫസൽ ഭായ്, നന്ദു ചേട്ട പ്ലീസ്. നന്ദുചേട്ടൻ എല്ലാ കഴിഞ്ഞ ഒരു 20 വർഷത്തിലെ ഗ്രോത്ത് ഇൻ എല്ലാ ഡയറക്ഷനും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് യു കെൻ സീ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഓൾ ദാറ്റ്. സോ അതുകൊണ്ട് യുവർ പെർസ്പെക്റ്റീവ് മേക്സ് എ ലോട്ട് ഓഫ് വാല്യൂ ഫോർ us. നമസ്കാരം. രാഹുല് വളരെ കഷ്ടപ്പെട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. അതായത് ഞാനിതിങ്ങനെ കാണുമ്പോൾ ഒക്കെ ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് ട്യൂൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എനിക്കൊരു 17 വയസ്സൊക്കെയുള്ള സമയത്ത്, 16-17 വയസ്സൊക്കെയുള്ള സമയത്താണ്. ഈ വരി കിട്ടില്ല, ഒരാളും പാട്ട് എഴുതരില്ല. അവസാനം അച്ഛന് ഇച്ചിരി വെളിവുള്ള ഒരാളായതുകൊണ്ട് വീട്ടിലൊരു ശബ്ദധാരാവലി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഓരോ പേജ് എടുത്ത് മറച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ സൂപ്പുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കുറേ അങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഓലും അങ്ങനെ കുറെ വാക്കുകളൊക്കെ ചേർത്ത് കനവ് പോലും കനി പോലും ആദ്യമായിട്ട് തനിയെ പാട്ടുണ്ടാക്കിയ ദിവസം വരെ ഞാൻ എത്തി, യാത്രയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവസാനം എഴുതി അവസാനം എഴുത്ത് നന്നായി, പക്ഷെ ഇതിന്റെ ട്യൂൺ കൊള്ളില്ല എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു തുടങ്ങിയ കാലത്ത് എഴുത്ത് നിർത്തി അവസാനം പരിപാടികളിലേക്ക് കടക്കുന്ന ഒരവസ്ഥ വന്നു. ഈ അങ്ങനെ പനിയെ അന്ന് ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഈ തരംഗിണി കാസറ്റുകൾ ഭയങ്കര പോപ്പുലർ ആയിരുന്നൊരു സമയമായിരുന്നു. നമ്മുടെ ഡ്രീമാണ് ഒരു തരംഗിണി ആൽബമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ അതുപോലെയുള്ള പാട്ടുകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. അതിനു വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഞാൻ ആദ്യമായിട്ട് ഞാനൊക്കെ ഒന്ന് ശരിയായി വരുന്നപ്പോഴത്തേക്ക് ഈ കമ്പ്യൂട്ടറിലേക്ക് പരിപാടികൾ മാറി. അവസാനം കമ്പ്യൂട്ടർ വാങ്ങി, കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ബിജി ബാലിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. ബിജി ഇത് കേട്ടിട്ട് നന്നായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്കൊരു പരിപാടി കൂടാന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴും എന്റെ പാട്ടും പരിപാടിയൊക്കെ അവിടെ നിൽക്കണേ. അപ്പൊ കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഞാൻ എറണാകുളത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആദ്യകാലത്ത് ഈ സാമ്പിളിംഗ് പ്രോഗ്രാമിംഗിലേക്ക് വരുന്ന ഒരാളായിട്ട് പതുക്കെ എടുത്തറിയപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് രവീന്ദ്ര മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസം ഒരു വർഷത്തോളം ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. എന്റെ ഫാദറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ വായന ചീത്ത കേൾക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള അപൂർവം കുറച്ച് പേര് ഒരാളാണ്. തോന്നുന്നു ഒരു ശരണം മറന്നുപോയി, അത്രേ ഉള്ളൂ. എന്നോട് ഞാൻ പങ്കുവെച്ചു. അപ്പൊ ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് അങ്ങോട്ട് നല്ല ഫ്ലറിഷ് ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ 2-3 സിനിമകൾ കാര്യങ്ങളൊക്കെ വന്നു. ചെറിയ കൊച്ചു സിനിമകൾ, വളരെ ചെറിയ സിനിമകൾ, സിനിമയ്ക്കൊക്കെ മ്യൂസിക്കൊക്കെ ചെയ്തു. പക്ഷെ വളരെ ചെറിയ സിനിമ, വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകൾ, അങ്ങോട്ടും എത്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബഡ്ജറ്റുള്ള കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴും എൻ്റെ ആൽബങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇത് ആൽബമായിട്ട് എങ്ങനെ പുറത്തിറക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത്, എങ്ങനെ ആൽബങ്ങളൊക്കെ ഉണ്ടാക്കാൻ കരുതിയിരുന്ന സമയത്ത് ബിജി ബാൽ ഒരു ദിവസം വിളിക്കുന്നു. നമ്മൾ ഒരു മ്യൂസിക് ലേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നു, ബിജിയും ഞാനും. അങ്ങനെ ബിജി പറഞ്ഞു, പേര് പറഞ്ഞു ബോധി സൈലൻസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ബാനറിൽ നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കുറെ പാട്ടുകളൊക്കെ കയ്യിലുണ്ടല്ലോ, അതൊക്കെ ഇറക്കാമല്ലോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോധി സൈലൻസ്കേപ്പിന്റെ പാർട്ട്ണറായി ഞാൻ വരുന്നു. ഞങ്ങൾ കുറെ പാട്ടുകൾ എടുക്കുന്നു. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്ന് പറയുന്ന ആ കൊച്ചു പാട്ടോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കൊച്ചു കുറെ പാട്ടുകൾ അതിൽ വരുന്നു. ബാലെ വരുന്നു, ആൽബം ഫ്ലറിഷ് ചെയ്യുന്നു. ചാരുലത എന്ന് പറഞ്ഞിട്ട് ആൽബം വരുന്നു, അത് ഫ്ലറിഷ് ചെയ്യുന്നു. ഇത് ഓരോ ആൽബം റിലീസിന്റെ തലേ ദിവസമൊന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതുപോലെ പല പരിപാടികൾ നടക്കുന്നു, ഒത്തിരി ആൽബങ്ങൾ നടത്തുന്നു. ഇപ്പോഴും എൻ്റെ ആൽബങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. അതിനുശേഷം ഞാൻ അത്യാവശ്യം നല്ലപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് മ്യൂസിക് പ്രൊഡക്ഷനിൽ അത്യാവശ്യം മുറേണായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് മാറി ഇപ്പോഴോടെ നിൽക്കുന്നു. ഇതുകൂടാതെ എൻ്റെ ഭാര്യ അത്യാവശ്യം സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരാളായിട്ട് മാറി, ക്യാമറയൊക്കെ വാങ്ങി. ഇപ്പോഴും എൻ്റെ ആൽബം പുറത്തിറങ്ങിയിട്ടില്ല, ആൽബം നടന്നിട്ടില്ല. അപ്പൊ ഇത് ഇത്ര പറഞ്ഞൊരു കാര്യം
പ്രമോദ് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ്. ഒരു ഇത്രയും വർക്ക് ചെയ്ത് ഇത് റിലീസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അത്ര ചെറിയ അച്ചീവ്മെന്റ് അല്ല. അത് എവിടെയൊക്കെ പോയിട്ടാണ് പുറത്തൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് എങ്ങനെ ഇത് ഫിനിഷ് ചെയ്തു? ഞാൻ എന്റെ തൊട്ടടുത്താണ് എന്റെ ക്യാമറമാൻ ഇരുന്നത്. അപ്പൊ ഞാനിത് കാണുമ്പോൾ ഇതിന്റെ കഥകളി സീക്വൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നോയ്സ് ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്തു ഞാൻ ആലോചിച്ചത്. അത് നോയ്സ് ഇല്ലാതെ ആ ഇരുട്ട് എങ്ങനെ ഷൂട്ട് ചെയ്തു ഇതാണ് ഞാൻ ആലോചിച്ചത്. നോയ്സ് ഇല്ലാതെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്ര A7 S3 എന്ന് പറഞ്ഞ ക്യാമറ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്നോട്. അപ്പൊ അതിനുള്ള ചെലവുകൾ കാര്യങ്ങൾ മാത്രമല്ല, അതിന് സംഘടിപ്പിക്കല്, അത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയെടുക്കല്, ഷൂട്ടിംഗ് ഫ്ലോറുകൾ സംഘടിപ്പിക്കല്. അപ്പൊ സത്യത്തിൽ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എന്റെയും കൂടി ഒരു ജേണി എന്റെ ബാക്ക്ഡ്രോപ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രാഹുൽ ഇതിനെടുത്ത എഫേർട്ട് എത്രയാണ് ഒരു പക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പ്രമോദ് പറഞ്ഞ പോലെ ഒരു വേറൊരാളായിട്ട് തന്നെ ചിലപ്പോൾ രാഹുൽ മാറിയിട്ടുണ്ടാവും. ഇതിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും, ഒരുപാട് നിരാശകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ച ദിവസങ്ങൾ മഴ പെയ്ത് കുളമായിട്ടുണ്ടാവും. ചിലപ്പോൾ സെറ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എത്രയോ കാലങ്ങൾ, എത്രയോ കാര്യങ്ങൾ താണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് റിയലൈസ് ചെയ്ത് പോകണം. അപ്പോൾ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഇത്രയും പേര് വിളിച്ച് കാണിക്കാൻ തീരുമാനിച്ചത് അതിനേക്കാൾ വലിയ ഒരു തീരുമാനമാണ്. ഒരുപാട് വലിയ പ്രൊജക്ടുകൾ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുറെ പേരെ നമുക്ക് ഒരു വരിയെങ്കിലും സംസാരിപ്പിക്കേണ്ട, അതുകൊണ്ട് ഞാൻ റെപ്പറ്റീഷൻ ഒന്നും ഇല്ലാതെ 1-2 പേരെയും കൂടെ എനിക്ക് സംസാരിപ്പിച്ചില്ല. ഇവരെ ഒന്നും നമ്മൾ ഒരുമിച്ച് പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ കിട്ടില്ല. പ്ലീസ്. ഇവിടെ വന്നപ്പോ അതൊന്നും ഞാൻ ഇന്ന് മുൻകൊടുക്കാൻ പാടില്ലായിരുന്നു. രാഹുലിന്റെ ദിവസമാണ് രാഹുലിന്റെ കോസ്റ്റ്യൂം. ഞാൻ എന്നോട് ഇന്ന് ഓഫീസിൽ വന്നപ്പോ എന്താ മുണ്ടെടുത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പാൻറ് ഉണങ്ങിയില്ല, അതുകൊണ്ട് സത്യമാണ്. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് വരാൻ പറ്റുന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ രാഹുലിന്റെ ഇവന്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അതിന്റെ കാരണം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള അഖിൽ പി തെറുവിൻ്റെ ബുക്കുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി. അതിൻ്റെ ഒരു ബുക്ക് ഡിസ്കഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ഫോറം മോളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു 1 വീക്ക് മുമ്പേ അതിൻ്റെ ഓർഗനൈസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകണം എന്ന് 5 മണിക്കാണ് ആ പരിപാടി. അപ്പോൾ അതിൽ എന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആണ് രാഹുൽ എന്നെ ഈ പരിപാടിക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ രാഹുൽ അതിൽ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, 5 മണിയാകുമ്പോഴത്തേക്കും എന്തായാലും കഴിയും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് 5 മണിക്ക് ചോദിച്ചിട്ടില്ല, രാഹുൽ ഇങ്ങോട്ട് പറഞ്ഞാൽ 5 മണിയാകുമ്പോഴത്തേക്കും കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഞാൻ കുറച്ച് ലേറ്റ് ആവും, എന്തായാലും ഞാൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് രാഹുൽ നിൽക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ബുക്ക് ലോഞ്ച്, ഞാൻ ഇവിടെ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എഴുത്തുകാരൻ, ഞാൻ ആകെ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളൂ. എന്തോ ഭാഗ്യം കൊണ്ട് അത് നന്നായിട്ട് പോകുന്നുണ്ട്. വിനീത വിസ്മയം എന്നാണ് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ വിനീത് ശ്രീനിവാസനെ കുറിച്ചൊരു ബുക്കായതുകൊണ്ടും ഇത് ആത്മകഥയൊന്നുമില്ല, അദ്ദേഹത്തിന് ഒരു 10-16 വർഷം സൗഹൃദമുണ്ട്. അപ്പോൾ ആ സൗഹൃദത്തിലെ കുറേ ഇൻസിഡൻസ് ഞങ്ങൾ കൂട്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബുക്ക് ലോഞ്ചിൻ്റെ ഞാൻ രാഹുലിനെ വിളിക്കുന്നത്, രാകേഷിനെ വിളിക്കാൻ വിട്ടുപോയോ? സോറി. ഞാൻ ആ ബുക്ക് ലോഞ്ചിന് ഞാൻ രാഹുലിനെ വിളിക്കുന്നത് രാത്രി, ഞാൻ വാട്സപ്പിൽ സമയം നോക്കിയായിരുന്നു, രാത്രി 12:30 മണിക്ക്, അതായത് ഇന്ന് വൈകിട്ട് പരിപാടി, ഇന്ന് 12:30 മണിക്ക് വാട്സപ്പിലാണ് ഞാൻ രാഹുലിനെ വിളിക്കുന്നത്. ദെൻ ഒരു അരമണിക്കൂറിൽ രാഹുൽ വിളിച്ചു. രാഹുൽ അന്നത്തെ പരിപാടിയിൽ ഒരു പെർഫോമിങ് ചെയ്തു. അപ്പോൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളുടെ പരിപാടിക്ക് ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ അത് എന്ത് റീസൺ കൊണ്ടായിക്കോട്ടെ അതിലെവിടെയോ എനിക്ക് കുറ്റബോധം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടും ഞാൻ പോവാതിരിക്കുന്നത്. ദെൻ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ രാകേഷും ഇതൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സമയത്താണ് ഞങ്ങൾ എല്ലാവരും പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് എപ്പോഴും കാണാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കോയിൻസിഡൻ്റലി നമ്മൾ കുറേ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന് പല റോളുകളാണ്. ഞാൻ രാഹുൽ പിന്നെ UC കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പോയി. ആ സമയത്ത് ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറിങ്ങിന് പോയി. അപ്പോൾ അവിടെയും ഞങ്ങൾ കണ്ടുമുട്ടി. ദെൻ അപ്പോഴൊക്കെ രാഹുൽ പറഞ്ഞു ഡോക്ടറേറ്റ് എടുക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് തോന്നിയിരുന്നില്ല, കാരണം മ്യൂസിക്കുമായിട്ട് പോകുന്നു. പക്ഷെ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്. ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ എന്ന് പറഞ്ഞ് കാണുമ്പോൾ
വലിയ അഭിമാനമുണ്ട്. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ, ഇപ്പോൾ എത്ര പേര് കവർ സോങ് ചെയ്യും, അല്ലെങ്കിൽ എത്ര പേര് ഇങ്ങനെ ആൽബംസ് ഇറക്കും, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഓഫ് വർക്ക്സ് ഇറക്കുന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ഡിറ്റർമിനേഷൻ രാഹുലിന് ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സക്സസ്, രാഹുലിന് വലിയ പ്രായമൊന്നുമില്ല, നിങ്ങൾ പ്രായത്തിന് ആർക്കും പ്രായമൊന്നുമില്ല, എല്ലാം ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വലിയ വലിയ വിജയങ്ങൾ രാഹുലിനെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. ഒന്ന് ഞാൻ പോവാണ്, കാരണം ആ പരിപാടി തീരുന്നതിന് മുമ്പെങ്കിലും ഇരിക്കുന്നതാണ്. ഗ്രീൻ ബുക്സിലാണ്, ക്രോസ് വേർഡിലുണ്ട്. ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷർ, ക്രോസ് വേർഡിലുണ്ട്, മാധവിയിലുണ്ട്. ഞാൻ മാർക്കറ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് 2 പേരിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനകത്ത് ഒരു 4 പേര്, ഒരാളെ കൊണ്ട് ഇത്രയും പാട്ടുകാരുള്ളപ്പോൾ ഒരു 4 പേര് പാടിപ്പിച്ചില്ലെങ്കിലും ശരിയാവില്ല. വിഷ്ണു ഒരു പാട്ട് റെഡിയാക്കി വെച്ചോളൂ, ഞാൻ വിഷ്ണുവിലേക്ക് വരും. അതിന് മുമ്പ് ഗണേഷ് മാമ, ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് അവർ ഫാമിലി ഫ്രണ്ട്സ്, ഒരു 2 പേര് can you please come? എല്ലാവരുടെ മുമ്പിൽ എന്നെ വിളിച്ചു വരുത്തിയതിൽ താങ്ക്സ്. ഗണേഷ് മാമ എന്ന് പറഞ്ഞ പോലെ ഗണേഷ് കുമാർ എന്നാണ് എൻ്റെ പേര്. രാഹുലിനെ വളരെ ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഒറ്റ കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഈ വീഡിയോ ചെയ്തു എന്നുള്ളത്. ഒരു 17-18 വയസ്സ് മുതൽ നമ്മുടെ ഈ ടീനേജിൽ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തോന്നിയ ഒരു മോഹൻ ഒരു ഡയറക്ടറാണ്. എനിക്ക് ഡയറക്ടർ പോയിട്ട് ഒരു വീഡിയോ ക്യാമറയിൽ ചെയ്യാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഐഡിയാസ് കണ്ടമാനം കൊണ്ടുണ്ട്. ഓരോ സമയത്ത് ഓരോ ഐഡിയാസ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്താൽ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. None of us, most of us don't do it. Rahul has done it. He's done it. ഇതിന്റെ പുറകിലുള്ള എഫേർട്സ് പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ, കൈൻഡ് ഓഫ് എഫേർട്സ് he has to take and the determination he has to do it. Amazing. ഇത് നമ്മള് എന്താ പറയുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്നതിനുപരി രാഹുൽ എന്ന വ്യക്തിയും രാഹുലിനുള്ള കഴിവിനെ നമ്മൾ പ്രചരിപ്പിക്കും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരു കാശോ പണമോ എഫേർട്ടോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് രാഹുൽ, hats off to you. You've written wonderfully well. You have been an inspiration to youngsters like you. Thank you. വിഷ്ണു ബാ, ഒരു സംഗീതപൂർണമായ ഒരു പര്യവസാനം നമുക്ക് കൊണ്ടുവരാം. തൗഫീഖ് ഒരു 2 പേര് സംസാരിക്കണം. ബാ വിഷ്ണു. So meet this young talent വിഷ്ണു പ്രകാശ്. ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ ഒരുപാട് മില്യൺ വ്യൂസ് ഉള്ള ഒരു നല്ല ഗായകനാണ്. അപ്പോൾ വിഷ്ണു നമുക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. സത്യം പറഞ്ഞാൽ ഇത്ര സെലിബ്രിറ്റീസിന്റെ മുന്നിൽ ആദ്യമായിട്ടാണ്, അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ഷമിച്ചിരിക്കുന്നു. മയ്യണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. എന്തേ ഇന്നും നന്ദിയ നിന്നോടൊന്നും ചൊല്ലിയ അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നരൻ ആകാശത്തോ പിൻകിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്?
മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശുലി മുഴക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശുലി മുഴക്കണതാരാണോ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴത്താവി ഓ കളിയാടി പാടാൻ നീരമാ തൗഫീഖ് മറ്റൊരു എഴുത്തുകാരൻ. ഈ എഴുത്തുകാരെ നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വിഭാഗമാണ് ഈ എഴുത്ത്. ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. ഈ വ്യക്തിയും റീസെന്റ് ആയിട്ട് പബ്ലിഷേഴ്സ് പ്രവത ബുക്സിന്റെ ആ ബുക്കിനെ പറ്റി പറയും. ഇതേപോലെ ഒരു യാത്രയെ പറ്റി ഒരു യാത്രാ വിവരണമാണ് തൗഫീഖ് എഴുതിയത്. അപ്പോൾ എന്താണ് എഴുത്തുകാരൻ പറയാൻ? എല്ലാവർക്കും നമസ്കാരം. പുസ്തകത്തെ പറ്റി ആദ്യം പറയാം. പുസ്തകം ഞാൻ ഒരു യാത്രാനുഭവമായിരുന്നു എഴുതിയത്. ഒരു 1 year മുമ്പ് പിന്നെ ഒരു ചെട്ടിനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ചിട്ട് പിന്നെ ഒരു യാത്രാനുഭവം. കാനാട് കാത്തനിലെ കൊട്ടാര വീടുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കുറച്ച് വലിയ പേരാണ്. അപ്പോൾ ഈ കാനാട് കാത്തൻ എന്ന് പറയുന്നത് ഈ ചെട്ടിനാട്ടിലുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ പുസ്തകം ഞാൻ അത് അവിടെ നിർത്താണ്. പിന്നെ എനിക്ക് രാഹുലിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ എനിക്ക് ഈ സംഗീതത്തെ കുറിച്ച് അധികം പറയാനായിട്ട് ഞാൻ ആളല്ല. അപ്പോൾ ഞാൻ ആസ്വാദകൻ മാത്രമാണ്. പക്ഷെ രാഹുലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച ഫസലുവിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചാണ് ഞാൻ രാഹുലിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് കാണുന്ന സമയത്ത് ഞാൻ അന്ന് സദസ്സിലിരിക്കുകയായിരുന്നു. രാഹുൽ അന്നോട് ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് ശേഷം ജസ്റ്റ് ചെന്നിട്ടൊന്ന് പരിചയപ്പെട്ടു. അത് പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്: രാഹുൽ സാർ, ഞാൻ തൗഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ട് സൗഹൃദം വളർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ സൗഹൃദമാണ് എന്നെ ഇന്നിപ്പോ ഈ പുസ്തകത്തിനേക്കാളും ഉപരി എനിക്കിവിടെ എത്താൻ സാധിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സൗഹൃദത്തിനേക്കാളും കൂടുതൽ എനിക്ക് രാഹുലിന്റെ ഈ ഒരു എഫേർട്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, ഞാൻ എന്നും അത്ഭുതത്തോടെ കാണുന്നത് രാഹുലിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിലർ ചോദിച്ചു എന്താണ് ഇതിനൊരു മോട്ടിവേഷൻ എന്ന് ചോദിച്ചത്. അപ്പം രാഹുല് ഈ താണ്ടിയ കനൽ വഴികളൊക്കെ പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഇതിന് പിന്നിലുള്ള ആ ഒരു എഫേർട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അത്രയും ബുദ്ധിമുട്ടി നിന്നിട്ട് അദ്ദേഹം ഈ ഒരു എഫേർട്ട് എടുത്ത് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി എന്നും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു വ്യക്തി പറഞ്ഞതിലധികം സംസാരിക്കാൻ ഞാൻ അങ്ങനെ വിളിക്കാറോ ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ 2 തവണയും സംസാരിച്ചില്ല. അപ്പൊ ഇപ്രാവശ്യം ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ മൈ മദർ ഇസ് ഹിയർ, സോ ഐ വുഡ് ഇൻവൈറ്റ് ഹർ ടു കൈൻഡ് ഓഫ് കൺക്ലൂഡ് ദി സെക്ഷൻ. ഒരു 2 വരി സംസാരിച്ചിട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആക്കാം. നന്ദി എന്ന് പറഞ്ഞ് നിർത്തരുത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. രാഹുൽ വിളിച്ചപ്പോൾ ശരി ഷോക്കായിപ്പോയി. അപ്പോ എന്താ പറയേണ്ടതെന്നറിയില്ല. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുന്നത്. എല്ലാവരും നല്ലൊരു ക്രൗഡ്. രാഹുലിന്റെ വർക്കിനെ കുറിച്ചാണെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ എഫർട്ട്. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഇത്രമാത്രം കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഓരോ പ്രാവശ്യവും എന്തായി തീരാറായോ. അപ്പം ഇത് തീർന്നു കഴിയുമ്പോൾ എന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കും. അപ്പോൾ ഇത് ഇറക്കാൻ ഒത്തിരി കുറെ സമയമെടുത്തു. ഏതായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് പര്യവസാനിക്കാൻ സാധിച്ചു. അതിൽ എല്ലാവരോടും ഇതിന്റെ കൂടെ നിന്ന എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഈച്ച് ആൻഡ് എവരിബഡി, എല്ലാവരോടും എൻ്റെ സ്വന്തം പേരിലും എന്താ പറയാ, രാഹുലിന്റെ ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, എല്ലാവരും വന്നതില് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. എല്ലാവർക്കും. So that's it for today. We have some snacks waiting for you. I don't know if you will like it, but anyway you have to have it. Yes?